ചെങ്കടലിൽ വീണ്ടും യുദ്ധത്തിന്റെ ഇരുണ്ട നിഴൽ വീഴുകയാണ്. ഗാസ യുദ്ധത്തിന്റെ തീ അണയുന്നതിന് പകരം ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയിലേക്കാണ് അത് പടരുന്നത്. ഹൂതി വിമതരുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകത്തെ വീണ്ടും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ബാബൽ മൻഡബ് കടലിടുക്ക് പൂർണ്ണമായി ഉപരോധിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ ഒരു ഭീഷണി മാത്രമല്ല, ലോക വ്യാപാരത്തിനും എണ്ണ വിതരണത്തിനുമെതിരായ തുറന്ന വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായക സമുദ്രപാതകളിലൊന്നായ ഈ കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലും ലക്ഷക്കണക്കിന് കോടിയുടെ ചരക്കുകളുമാണ് സഞ്ചരിക്കുന്നത്. ഈ വഴി അടഞ്ഞാൽ അതിന്റെ ആഘാതം യമനിലോ ചെങ്കടലിലോ ഒതുങ്ങില്ല. ഇന്ത്യ ഉൾപ്പെടെ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണക്കാരുടെ ജീവിത ചെലവിനും വരെ അതിന്റെ പ്രത്യാഘാതം എത്തും. ഒരു കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ ലോകത്തെ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലെത്തിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ ഔദ്യോഗികമായി നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും സൗദി ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. മേഖലയിൽ നിലവിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കാമെന്നാണ് സൂചനകൾ. ചെങ്കടലിലേക്കുള്ള പ്രധാന കവാടമായ ബാബൽ മന്ദബ് കടലിടുക്ക് ലക്ഷ്യം വെക്കാനും അടച്ചിടാനും ഹൂതികളുടെ ഭീഷണിയുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂതികളാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത്. എത്രത്തോളം പ്രാധാന്യമുള്ള മേഖലയാണ് ബാബൽ മന്ദബ് കടലിടുക്ക്? ഈ മേഖലയിലെ ഉപരോധം ഇന്ത്യയെ ബാധിക്കുമോ? ചെങ്കടലിനെ ഏതൻ ഗൾഫുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ കടലിടുക്കാണ് ബാബൽ മന്ദബ് കടലിടുക്ക്. സൂയസ് കനാലിലൂടെയുള്ള മെഡിറ്ററേനിയൻ കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലൂടെയുള്ള ചരക്കു നീക്കങ്ങൾ മുഴുവൻ ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ഉപരോധം നടപ്പിലായാൽ ആഗോള ഊർജ്ജ വിതരണത്തെയും കപ്പൽ ഇൻഷുറൻസ് ചെലവുകളെയും ഇത് ബാധിക്കും. US-ഇറാൻ യുദ്ധം മൂലം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. ഇതിനെ മറികടക്കാനും ഏഷ്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി സുഗമമാക്കാനും ചെങ്കടലിലൂടെയുള്ള കപ്പൽ പാതകളെയാണ് സൗദി അറേബ്യ ആശ്രയിക്കുന്നത്. ബാബൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചാൽ ആഗോള എണ്ണ വിതരണം 7% കുറയും. 10 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് സൗദി അറേബ്യ മാത്രം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സൗദിയുടെ വ്യാപാരത്തെയാണ് ഉപരോധം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. ഇന്ത്യ ഊർജ്ജത്തിനായി പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ചെങ്കടലിലൂടെയുള്ള കപ്പൽ പാതകളെയും ആശ്രയിക്കുന്നതിനാൽ ഉപരോധം ഇന്ത്യയെ സാരമായി തന്നെ ബാധിക്കും. 80% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ എണ്ണയുടെയും പാചകവാതകത്തിന്റെയും വില വർധനവിന് സാധ്യതയുണ്ട്. കപ്പലുകൾക്ക് മധ്യേഷ്യയും ചെങ്കടലും പൂർണ്ണമായി ഒഴിവാക്കി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള പാത തിരഞ്ഞെടുക്കേണ്ടി വരും. ഇതിന് 10 മുതൽ 14 ദിവസം വരെ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. ചരക്കുകൂലിയും ഇൻഷുറൻസ് ചെലവുകളും 30 മുതൽ 50% വരെ വർദ്ധിക്കും. ഇറക്കുമതിയിൽ താമസമുണ്ടാകാനുള്ള സാധ്യതയും ചരക്ക് വഴിതിരിച്ചു വിടുന്നതിന്റെ ചെലവ് വർധനയും എണ്ണ വിപണിയെ തന്നെ സാരമായി ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഉപരോധം ബാധിക്കും. കാർഷികോൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കെമിക്കലുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ കയറ്റുമതി വൈകും. അതോടൊപ്പം ചരക്കു നീക്കത്തിനുള്ള ചെലവ് വർധന വിദേശ വിപണികളിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും ഡിമാൻഡ് കുറയാനും കാരണമാകും. ബാബൽ മന്ദബിലെ ഉപരോധത്തെ അപലപിച്ച് സൗദി സഖ്യകക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും കടൽ കൊള്ളയുമാണ് എന്നാണ് യമൻ അടക്കമുള്ള സഖ്യകക്ഷികൾ പ്രതികരിച്ചത്. കടലിടുക്കിലൂടെ സൗദി കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം നിലവിലുള്ള സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാകുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2014 യമന്റെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തതോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമായത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി 2015 സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ പോരാട്ടത്തിൽ ഇടപെട്ടു. 2026 ജൂലൈ 13 സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നത് തടയാൻ സൗദി സഖ്യം ആക്രമണം നടത്തി. ഇതിന് പ്രതികാരമായി ഹൂതികൾ സൗദി അറേബ്യയിലെ അബ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഹൂതികൾ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ചത്. ബാബൽ മന്ദബ് കടലിടുക്ക് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ നീക്കം. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നീക്കങ്ങൾക്കൊപ്പം ബാബൽ മന്ദബ് കടലിടുക്കിലെ ഹൂതികളുടെ ഇടപെടലുകൾ കൂടി ചേരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്ന കാലം ഇന്ന് കഴിഞ്ഞു. ഇന്നൊരു മിസൈൽ പതിക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളുടെ വിപണികളെയും കുടുംബ ബജറ്റുകളെയും വരെ ബാധിക്കുന്ന കാലഘട്ടമാണിത്. ബാബൽ മന്ദബ് കടലിടുക്കിന് ചുറ്റുമുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ ആഗോള ചരക്ക് നീക്കവും എണ്ണവിലയും പണപ്പെരുപ്പവും വീണ്ടും കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതിനാൽ ഹൂതികളുടെ മുന്നറിയിപ്പ് ഒരു പ്രാദേശിക സംഘർഷ വാർത്തയായി തള്ളിക്കളയാനാകില്ല. ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുതിയ പ്രതിസന്ധിയുടെ തുടക്കമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ളത്.